നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് സ്റ്റേറ്റ് ഡയഗ്രാം റിഡക്ഷൻ. അപ്പോൾ ഒരു വലിയൊരു സ്റ്റേറ്റ് ഡയഗ്രാം ഉണ്ടെങ്കിൽ അതിങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് ഞാൻ സ്റ്റേറ്റ് ഡയഗ്രാം പറയാം. സോ ലെറ്റ് എ ബി സി ഡി ഇ, ഇതെല്ലാം ഓരോ സ്റ്റേറ്റുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഫ് ജി. ഓക്കെ, ഇതിനകത്ത് ഓരോ ആരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0/0, 1/0, 0/0, 0/0, 1/0. സ്ക്രീൻ വിസിബിൾ അല്ല. ഇപ്പോൾ സ്ക്രീൻ കാണാമോ? ഓക്കെ, one by one, zero by zero, one by one, zero by zero. Okay, this is a very big state diagram. നിങ്ങൾക്കറിയാം ഒത്തിരി സ്റ്റേറ്റുകളുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, ദാറ്റ് മീൻസ് 7 സ്റ്റേറ്റുകളുണ്ട്. ആ 7 സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റ് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇൻപുട്ട് 0 വരുമ്പോൾ അത് എ സ്റ്റേറ്റിൽ തന്നെ റീറ്റേൺ ചെയ്യും. ഇൻപുട്ട് 1 വരുമ്പോൾ അത് ബി സ്റ്റേറ്റിലേക്ക് പോകും വിത്ത് ഔട്ട്പുട്ട് 0. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന ഇതിൽ നിന്ന് അതാണ്. ഇപ്പോൾ എ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇൻപുട്ട് 0 വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ റിമെയിൻസ് ഇൻ ദ എ സ്റ്റേറ്റ് വിത്ത് ഔട്ട്പുട്ട് 0. എ സ്റ്റേറ്റിലേക്കുമ്പം ഇൻപുട്ട് 1 വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോസ് ടു ബി സ്റ്റേറ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി 0. ആൻഡ് ലൈക്ക് ദാറ്റ് ബി സ്റ്റേറ്റിലേക്കുമ്പം ഇൻപുട്ട് 0 വരുമ്പോൾ ഇറ്റ് വിൽ ഗോസ് ടു സി സ്റ്റേറ്റ്. ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത് ഈ സ്റ്റേറ്റ് ഡയഗ്രാം ഇത് ഇച്ചിരി വലിയ സ്റ്റേറ്റ് ഡയഗ്രാമാണ്. ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ എഫ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എഫ് സ്റ്റേറ്റിൽ നിന്ന് കഴിയുമ്പം എൻ്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ ഇൻപുട്ട് ഇതിൻ്റെ അകത്ത് എഫ് സ്റ്റേറ്റിലേക്കുമ്പോൾ ഇൻപുട്ട് 0 ആണ്. ഇറ്റ് വിൽ ഗോസ് ടു ജി സ്റ്റേറ്റ് അല്ലേ. ഇറ്റ് ഗോസ് ടു ജി സ്റ്റേറ്റ് വിത്ത് ഔട്ട്പുട്ട് 0.
എഫ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ 1 ആണ് വരുന്നതെന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? കണ്ടീഷൻ ഞാൻ എഴുതിയിട്ടില്ല, സോറി. ഇറ്റ് വിൽ റിമെയിൻസ് ഇൻ ദാറ്റ് എഫ് സ്റ്റേറ്റ് വിത്ത് ഔട്ട്പുട്ട് 1. ഓക്കെ, അപ്പോൾ എഫ് സ്റ്റേറ്റിൽ കണ്ടീഷൻ വന്നു. ഇതുപോലെ തന്നെ ഇപ്പോൾ ബി സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ജി സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ജി സ്റ്റേറ്റിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്, വിത്ത് ഔട്ട്പുട്ട് 0 ആണെന്ന് വിചാരിക്കുക. അതുപോലെ 1 വന്ന് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഗോസ് ടു എഫ് സ്റ്റേറ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് 1. ദെൻ ബി ആൻഡ് എഫ് സ്റ്റേറ്റ്സ് ആർ സെയിം. We can say that B and F states are same. So we can avoid one of the state. ഒരു സ്റ്റേറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ് അവോയ്ഡ് ചെയ്തിട്ട് എഫ് ഈസ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. അപ്പോൾ ബി സ്റ്റേറ്റ് എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ എഫ് ആയിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിലുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ജി സ്റ്റേറ്റിലോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു ഇൻപുട്ട് ആ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഇൻപുട്ട് കണ്ടീഷൻ ഉണ്ട്, 2 ഇൻപുട്ട് കണ്ടീഷൻ ഉണ്ട്. ഐദർ 0 വരാം അല്ലെങ്കിൽ 1 വരാം. 0 1 വരുമ്പോൾ അത് ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെന്ന് നോക്കുക, വിത്ത് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. ഓക്കെ, അതിന് സിമിലറായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റിനെ ആദ്യം പറഞ്ഞ സ്റ്റേറ്റുമായിട്ട് നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ആയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബി സ്റ്റേറ്റിന് ഈക്വലൻ്റ് ആണെങ്കിൽ ജി സ്റ്റേറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു ബി സ്റ്റേറ്റ്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് സ്റ്റേറ്റ് ഡയഗ്രം നോക്കി പറയണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബൾക്കി ഡയഗ്രത്തിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കും. അപ്പം വളരെ എളുപ്പമായിരിക്കും. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണ്, ഇൻപുട്ട് എന്താണ്, ഇൻപുട്ട് വേണമെങ്കിൽ 1 hour 0 ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, അടുത്ത സ്റ്റേറ്റ് ഇതിലേക്കാണ് പോകുന്നത്, വിത്ത് ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട്. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് പോകാം. പ്രൊസസ് സ്റ്റേറ്റ് എയിൽ നിൽക്കുമ്പം 2 കണ്ടീഷനുണ്ട്. എയിൽ നിൽക്കുന്ന കണ്ടീഷനിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച പ്രോബ്ലം കൂടി പറയാം. പക്ഷേ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ കൺസിഡർ വി ക്യാൻ ഹാവിങ് എ സ്റ്റേറ്റ് വിത്ത് ഇൻപുട്ട് 0 വരാം 1 വരാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കുക. ഇൻപുട്ട് 0 വരുമ്പോൾ ഇറ്റ് വിൽ ബി റിമെയിൻസ് ഇൻ ദ എ സ്റ്റേറ്റ് വിത്ത് ഔട്ട്പുട്ട് 0. 1 വരുമ്പോൾ ഇറ്റ് വിൽ ഗോസ് ടു ബി സ്റ്റേറ്റ് with the output 0. Like that we can write all the state condition. B state ലേക്കുമ്പോഴുള്ള കണ്ടീഷൻ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കി ഓരോ കണ്ടീഷൻ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഞാൻ ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് ഈ ട്രൂത്ത് ടേബിൾ വരച്ചതെന്ന് എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. then we can having B state with input 0. It will goes to C state with output 0. 1 വരുമ്പോൾ it will goes to D state with the output 0. Like that we can having C state. C state 0 വരുമ്പോൾ it will go to A state with the output 0. 1 വരുമ്പോൾ D state with the 0. D സ്റ്റേറ്റിൽ അതുപോലെ തന്നെ ഇവിടെ 0 വരാം 1 വരാം. 0 വരുമ്പോൾ it will goes to E state with output 0. 1 വരുമ്പോൾ it will goes to F state with output 1. Okay, A B C D. Then we can have E state. Okay, E state 0 വരുമ്പോൾ it will goes to A state with output 0. Input 1 വരുമ്പോൾ it will goes to F state with output 1. And we
can having f state, zero one, 0 വരുമ്പോൾ it will goes to G state with output 0, 1 വന്നു കഴിയുമ്പോൾ it will be goes to F state with output 1. Then we can having G state, input 0 വരാം 1 വരാം, സീറോ വരുമ്പോൾ it will goes to A state with output 0, 1 വരുമ്പോൾ it will goes to F state with output 1. Okay, clear. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ ട്രൂത്ത് ടേബിൾ വരച്ചതെന്ന് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ? നിങ്ങളൊന്നും മിണ്ടാത്ത എന്താ? നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇത് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ? ഓക്കെ. സോ ഞാൻ പറഞ്ഞ എന്താണ്, ഇങ്ങനെ സ്റ്റേറ്റ് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. സിമിലർ സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ സിമിലർ സ്റ്റേറ്റുകൾ നോക്കുക, ഓരോ സ്റ്റേറ്റുകൾ. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് 0 വരുമ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടോ, സെയിം ആയിട്ട് പോകുന്നുണ്ടോ, വിത്ത് ഔട്ട്പുട്ട് സെയിം ആണോ എന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലുക്ക് അറ്റ് ദറ്റ് ജി ആൻഡ് ഇ സ്റ്റേറ്റ്. ജിയും ഇ സ്റ്റേറ്റുകൾ നോക്കിയേ. ജി സ്റ്റേറ്റിൽ ഇൻപുട്ട് 0 വരുമ്പോൾ എയിലേക്ക് പോകുന്നു വിത്ത് ഔട്ട്പുട്ട് 0. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റിൽ ഇൻപുട്ട് 0 വരുമ്പോൾ എയിലേക്ക് പോകുന്നു, സെയിം സ്റ്റേറ്റിലേക്ക് പോകുന്നു വിത്ത് ഔട്ട്പുട്ട് 0. ഈ സ്റ്റേറ്റിൽ ജി സ്റ്റേറ്റിലേക്കുമ്പോൾ 1 വരുമ്പോൾ എഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നു വിത്ത് ഔട്ട്പുട്ട് 1. ഇവിടെ ഡി സ്റ്റേറ്റിലേക്കുമ്പോൾ 1 വന്നു കഴിയുമ്പോൾ എഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നു വിത്ത് ഔട്ട്പുട്ട് 1. സോ we can say that E and G states are same. Okay, G and E and G states are same. Okay, ഇനി എവിടെയൊക്കെ G സ്റ്റേറ്റുകളുണ്ടോ അതിനെയൊക്കെ നിങ്ങൾക്ക് E ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ G ഉള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? G ആണ്. സോ വി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഇ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നിങ്ങൾ നോക്കുക, ഇനി ഏതെങ്കിലും സ്റ്റേറ്റുകൾ സെയിം ആയിട്ടുണ്ടോയെന്നോ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞ് ഏതെങ്കിലും സ്റ്റേറ്റുകൾ നോക്കിയിട്ട് സെയിം ആയിട്ടുണ്ടോയെന്നോ. ഡി ആൻഡ് എഫ്, വെരി ഗുഡ്. ഡി ആൻഡ് എഫ് സ്റ്റേറ്റ്സ് ആർ സെയിം അല്ലേ, ഓരോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ. സോ ഇനിയുള്ള എഫ് സ്റ്റേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഡി സ്റ്റേറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഡി, ദിസ് ഈസ് ഡി. എഫ് സ്റ്റേറ്റ് അല്ല, ഡി ആണ്. അതുപോലെ ജി സ്റ്റേറ്റ് അല്ല, ഇ ആണ്. ഓക്കെ, സോ ഫ്രം ദാറ്റ് D and F states are same. Okay. Then ഇനി നോക്കി, ഇനി ഏതെങ്കിലും സ്റ്റേറ്റുകൾ സെയിം ആണോ എന്ന് നോക്കി. C and അല്ല, ജി സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി ഈ സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ ജി സ്റ്റേറ്റ് ഒന്നും എടുക്കുന്നില്ല. ജി സ്റ്റേറ്റ് ഈസ് ഈക്വലൻ ടു ഇ. സോ വി ക്യാൻ സേ സോ സി ആൻഡ് ഇ, സി ആൻഡ് ഇ സെയിം ആണോ? പറഞ്ഞേ. ഓക്കെ, നിങ്ങളപ്പം ഒരു കാര്യം കൂടി നോക്കണം. ഇവിടുത്തെ ഔട്ട്പുട്ട് കണ്ടീഷൻ നോക്കിയായിരുന്നു. ഔട്ട്പുട്ട് കണ്ടീഷനിലൊരു വ്യത്യാസമുണ്ട്.
സി സ്റ്റേറ്റിൽ 0 വരുമ്പോൾ എ സ്റ്റേറ്റിലേക്ക് പോകുന്നു വിത്ത് ഔട്ട്പുട്ട് 0. സി സ്റ്റേറ്റിൽ 1ൽ ഇൻപുട്ട് 1 വരുമ്പോൾ ഡി സ്റ്റേറ്റിലേക്ക് പോകുന്നു, ഔട്ട്പുട്ട് 0. ബട്ട് ഹിയർ ഈ സ്റ്റേറ്റിലേക്ക് 0 വരുമ്പോൾ എ സ്റ്റേറ്റിലേക്ക് പോകുന്നു, 0 ആണ്. സോ ഫസ്റ്റ് സ്റ്റേജ്. പക്ഷേ 1 വരുമ്പോൾ ഡി സ്റ്റേറ്റിലേക്ക് പോകുന്നു, ബട്ട് ഔട്ട്പുട്ട് 1 ആണ്. സോ ഔട്ട്പുട്ട് കണ്ടീഷനോടെ നിങ്ങൾ നോക്കണം. സോ ഔട്ട്പുട്ട് 1 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ സി ആൻഡ് ഇ സ്റ്റേറ്റ്സ് ആർ നോട്ട് സെയിം. സിയും ഇയും സെയിം അല്ല. ഓക്കെ. സോ വാട്ട് ആർ ദ സ്റ്റേറ്റ് വി ക്യാൻ ബി അവോയ്ഡ് ഫ്രം ദിസ് സ്റ്റേറ്റ് ഡയഗ്രാം? ഈ എഫും ജിയും അവോയ്ഡ് ചെയ്തിട്ട് അവിടെ ഡിയും ഇയും തന്നെ ആക്കാം. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ എങ്ങനെ വരും? സോ എഫ് ആൻഡ് ജി സ്റ്റേറ്റ്സ് ആർ അവോയ്ഡഡ്. സോ ഓൺലി എ ബി സി ഡി ഇ 5 സ്റ്റേറ്റുകളെ നമുക്കുണ്ടാവുള്ളൂ. സോ വി ക്യാൻ ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രം ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. സോ okay, so we can having A state is there, B state is there, C is there, D is there, and E is there. Okay, so 0 by 0, 1 വരുമ്പം it will be 0, and B it will be 0 by 0, and B it will be like 1 by 0. വൺസ് നിങ്ങൾ ആ ട്രൂത്ത് ടേബിൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. 1 by 1. This arrow mark is also very important. ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആരോ മാർക്ക്. ഓക്കെ. സോ യു വിൽ ഗെറ്റ് എ സ്റ്റേറ്റ് ഡയഗ്രാം. നിങ്ങൾ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം കിട്ടും. ദാറ്റ് ഈസ് എ സ്റ്റേറ്റിൽ 0 വരുമ്പോൾ എ സ്റ്റേറ്റിലേക്ക് തന്നെ 0യിലേക്ക് പോകുന്നു, എ സ്റ്റേറ്റ് 1 വരുമ്പോൾ ബി സ്റ്റേറ്റിലേക്ക് പോകുന്നു, 0 വരുന്നു ബി സ്റ്റേറ്റിലേക്ക്. ബി സി വരെ സെയിം ആണ്. ഡിയിൽ 1 വരുമ്പോൾ ഡിയിലേക്ക് തന്നെയാണ് പോകുന്നത് വിത്ത് ഔട്ട്പുട്ട് 1. സോ ഡി സ്റ്റേറ്റിലേക്കുമ്പോൾ 1 വരുമ്പോൾ ഡി സ്റ്റേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്, ഔട്ട്പുട്ട് 1. ലൈക്ക് ദാറ്റ് ഈ സ്റ്റേറ്റിലേക്കുമ്പോൾ 0 വരുമ്പോൾ എ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. സോ ഈ സ്റ്റേറ്റിൽ നിന്ന് എ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ആൻഡ് ഈ സ്റ്റേറ്റിൽ 1 വരുമ്പോൾ ഡി സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. സോ ഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് സ്റ്റേറ്റ് ഡയഗ്രാം റെഡ്യൂസ് ചെയ്യുന്നതെന്ന്? ഒരു ഇങ്ങനെ ബൾക്കി ആയിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിനുശേഷം സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾ നോക്കുക, സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റുകളിനെ ഈക്വലൻറ്റ് ചെയ്യുക, അത് സെയിം ആയിട്ട് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ദെൻ പിന്നെയും നിങ്ങൾ ഓരോന്ന് നോക്കി പോവുക. ഓക്കെ. ഹോപ്പ് ദിസ് ഐഡിയ ഈസ് ക്ലിയർ ടു യു, വെരി ക്ലിയർ ടു യു. Then you can reduce any of the state diagram into smaller state diagram. കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം നിങ്ങൾക്ക് ഇതുപോലെ സ്മോളായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ഈ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ച് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് പാറ്റേൺ ഓർ സീക്വൻസ് ഡിക്റ്റേറ്റർ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദി സ്റ്റേറ്റ് ഡയഗ്രാം to detect 3 or more consecutive ones in a string of bits. In a string of bits coming through an input line. Okay.
അപ്പോൾ 4 സ്റ്റേറ്റ് ഡയഗ്രം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 സ്റ്റേറ്റ് ഡയഗ്രം തന്നിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് സ്റ്റേറ്റ് ഡയഗ്രം ആണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രം ടു ഡിറ്റക്ട് 3 or more consecutive ones in a string of bits coming through an input line. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഇൻപുട്ട് ലൈനുണ്ട്, നിങ്ങൾ വരയ്ക്കേണ്ട ഒരു സ്റ്റേറ്റ് ഡയഗ്രാമാണ്. വൺസ് നിങ്ങൾ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട്, ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അതിനകത്ത് കുറച്ച് ലോജിക്കോടെ പ്രയോഗിക്കേണ്ട പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സിൽ കുറച്ച് ലോജിക്ക് നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലംസ്, ചില പ്രോബ്ലംസ് 70-80% പ്രോബ്ലംസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചില പ്രോബ്ലംസ് ഇതുപോലെയും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഒരു ഇൻപുട്ട് ലൈൻ ഉണ്ട്. ലെറ്റ് ഐ ഹാവ് ആൻ ഇൻപുട്ട് ലൈൻ. ഇങ്ങനെ ഒരു ഇൻപുട്ട് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇൻപുട്ട് ലൈനിൽ ആൻസർ എക്സ് എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു ലൈന് നമുക്ക് ഉണ്ട്. അതിനകത്ത് ലോട്ട്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ഇൻകമ്മിങ് സീരീസിൽ ഡാറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്. ബൈനറി ഡാറ്റ സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 0 0 1 1 0 1 1 1 0 1 1 1 1. ഓക്കെ, ഇങ്ങനെ ഡാറ്റ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ലൈനുണ്ട്, അവിടെ ഇങ്ങനെ സീരീസ് ആയിട്ട് ഡാറ്റ ആ ലൈനിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സീരിയലായിട്ടുള്ള ഡാറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 0 0 1 1 0 1 1 1 1 എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താണ് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്? 3 or more consecutive ones in a string of bits coming through an input line. 3 or more consecutive ones, കൺസിക്യൂട്ടീവ് ആയിട്ട് വൺസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് 3 എണ്ണം അടുപ്പിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ട് റിയലൈസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? പ്രോബ്ലം എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തിപ്പം ഇവർ ആ 2 കണ്ടീഷനും പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ പ്രോബ്ലത്തിന് 2 ടൈപ്പ് ആൻസർ ഉണ്ട്. ഒരു ടൈപ്പ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 or more consecutive വൺസിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ വിചാരിക്കുക, ഞാനിപ്പോൾ അതിൻ്റെ എനിക്ക് ഔട്ട്പുട്ട് y എന്ന് പറഞ്ഞ ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ 3 or more consecutive വൺസിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വൺസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കാണിക്കണം. ഹൈ ആയിട്ട് കാണിക്കുക എന്ന് വെച്ചാൽ ഇനീഷ്യലി ഔട്ട്പുട്ടൊക്കെ 0 ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് 0 വന്നു കഴിയുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. സെക്കൻഡ് 0 വന്നു കഴിയുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. നെക്സ്റ്റ് 1 വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. കാരണം 3 വൺസിനെയാണ് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. കാരണം എന്താണ്? എനിക്ക് മനസ്സിലാവണം ഒരു 1 വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഹോപ്പ് ദിസ് തിങ്സ് ക്ലിയർ. ഒരു 1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ബട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഓരോ സ്റ്റേറ്റുകളും ഞാൻ വരയ്ക്കാം. സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനീഷ്യലി എൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു 0 സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. S0 എന്ന് പറഞ്ഞ സ്റ്റേറ്റാണുള്ളത്. ആ ഒരു 0 വരുമ്പോൾ S0 സ്റ്റേറ്റിൽ തന്നെയാണ് വരുള്ളത്. ബട്ട് ഒരു 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആണ്. ബട്ട് ഇറ്റ് വിൽ ഗോസ് ടു S1 സ്റ്റേറ്റ്. അതിൻ്റെ സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം എന്താ? എനിക്കിപ്പോൾ ഒരു 1 വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ S1 എന്ന് പറഞ്ഞ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയത്. ഓക്കെ, ഇനി ഇപ്പോൾ എൻ്റെ കേസിൽ S1 എന്ന് പറയുന്നത് എനിക്ക് ഒരു 1 വന്നിട്ടുണ്ടെന്നുള്ള കേസാണ്. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വൺസിന് കൺസിക്യൂട്ടീവ് ആയിട്ട് വന്നാൽ മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് ഹൈ ആവേണ്ട കാര്യമുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 വന്നു, സ്ട്രിങ്ങിൽ ഒരു 1 വന്നു. അപ്പോഴും എനിക്ക് ഔട്ട്പുട്ട് 0 ആണ്. ബട്ട് ഐ ഹാവ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഇൻ ടു S2 സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്തിനാണ് S2 സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തത്? ഇപ്പോൾ എനിക്ക് 2 1 ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തത്. ഓക്കെ, ദെൻ S2 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എനിക്കിനി ഒരു ഇൻപുട്ട് ലൈനിൽ ഒരു 0 ആണ് വന്നത്. ഓക്കെ, 0 ആണ് വന്നതെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് എന്താവും? 0 ആണ്. കാരണം 3 വൺസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഡിറ്റക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ 0 വന്നു കഴിയുമ്പോൾ എന്താണ്? ഏത് സ്റ്റേറ്റിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്? S0 സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത്. കാരണം എന്താണ്? എനിക്കിപ്പോൾ 3 1 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രം ഡിറ്റക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ.
ഇപ്പോൾ 2 1 വന്നിട്ട് പിന്നെ 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും എനിക്ക് അടുപ്പിച്ച് 3 1s വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ S0 സ്റ്റേറ്റിലേക്ക് വന്നു, ദെൻ ഒരു 1 വന്നു. S0 സ്റ്റേറ്റിലേക്കുമ്പോൾ ഇൻപുട്ടിൽ ഒരു 1 വന്നു, അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്, ബട്ട് S1 സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ S1 സ്റ്റേറ്റിൽ ഇൻപുട്ട് ഒരു 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്, ബട്ട് ഇറ്റ് വിൽ ഗോസ് ടു S2 സ്റ്റേറ്റ്. S2 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് 2 1 ഉണ്ട്. ഒരു 1 ഇൻപുട്ട് ലൈനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ഗോസ് ആൻഡ് ഇറ്റ് വിൽ ഗോസ് ടു S3 സ്റ്റേറ്റ്. ഇനി S3 സ്റ്റേറ്റിൽ 0 വന്നു കഴിയുമ്പോഴോ എപ്പോൾ 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഔട്ട്പുട്ട് 0 ആണ്, ഇറ്റ് വിൽ ഗോസ് ടു S0 സ്റ്റേറ്റ്. ഞാൻ ഈ വരച്ചത് മനസ്സിലായോ? ഓരോ സ്റ്റേറ്റുകൾ എങ്ങനെയാണ് വരച്ചതെന്ന് മനസ്സിലായോ? ഡൗട്ടുണ്ടോ? ഓക്കെ. അപ്പം ഞാൻ ഇത് കുറച്ചുകൂടി ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ട് സോ ദ സർക്യൂട്ട് ഹാവിങ് 4 സ്റ്റേറ്റ്സ്, 4 സ്റ്റേറ്റ്സ് ഉണ്ട്. S0 എന്ന് പറയുന്നത് റീസെറ്റ് സ്റ്റേറ്റാണ്, ഒറ്റ 0 ഇല്ലാത്ത സ്റ്റേറ്റാണ് S0 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ്. ഇറ്റ് ഹാസ് എ വെയിറ്റ് ഫോർ ഔട്ട്പുട്ട്. ഇറ്റ് ഹാസ് നോ ഒറ്റ 1 പോലും ഇല്ല. വെയിറ്റിംഗ് ഫോർ 3 more 1s. ആ സ്റ്റേറ്റിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, S0 സ്റ്റേറ്റ്. ദെൻ S1 സ്റ്റേറ്റിൽ എനിക്ക് ഒരു 1 ഉണ്ട് ആൻഡ് വെയിറ്റിംഗ് ഫോർ 2 more 1s, അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. ഓക്കെ. ദെൻ വി ക്യാൻ ഹാവിങ് S2 സ്റ്റേറ്റിൽ 2 1 ഉണ്ട്, വെയിറ്റിംഗ് ഫോർ 1 more 1s, അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. ആൻഡ് S3 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 1s ഉള്ള സ്റ്റേറ്റാണ്, വെയിറ്റിംഗ് ഫോർ നത്തിങ് ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദ ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ, ജസ്റ്റ് ഒരു ട്രൂത്ത് ടേബിൾ പോലെ വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അപ്പോൾ ഓരോ സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യന് 2 ആൻസർ ഉണ്ടെന്ന്. 2 ടൈപ്പ് ആൻസർ ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് ആൻസർ എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് കണ്ടീഷനിലാണ്. ഓവർലാപ്പിംഗ് കണ്ടീഷനിൽ എന്താണ് വരുന്നത്? ഓവർലാപ്പിംഗ് കണ്ടീഷനിൽ ഇപ്പോൾ എനിക്കൊരു S0 സ്റ്റേറ്റിൽ 1 വരുമ്പം 0 ആണ്, S1 സ്റ്റേറ്റിലേക്ക് പോകുന്നു. S1 സ്റ്റേറ്റിൽ ഇൻപുട്ട് 1 വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഔട്ട്പുട്ട് വിൽ ബി 0, ഇറ്റ് വിൽ ബി ഗോസ് ടു S2 സ്റ്റേറ്റ്. ദെൻ S2 സ്റ്റേറ്റിൽ ഒരു 1 വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 1, ഇറ്റ് വിൽ ഗോസ് ടു S3 സ്റ്റേറ്റ്. ഇനി S3 സ്റ്റേറ്റിൽ 1 വന്നു കഴിയുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വേണ്ടതെന്നാണ്. സോ ഇറ്റ് വിൽ ബി ഗോസ് ടു ഔട്ട്പുട്ട് വിൽ ഗോസ് ടു 1 വിത്ത് S3 ആണെങ്കിൽ ഓവർലാപ്പിംഗ് കണ്ടീഷനാണ്. അതായത് ഈ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം 3 1s വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിക്യൂട്ടീവ് 1s വന്നാൽ ഡിക്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 1 ഡിക്റ്റേറ്റ് ചെയ്തു. ഇനി അടുത്ത ഇത് വരുമ്പോഴും 3 1s ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് 1 ആവും. അതിനാണ് ഞാൻ ഓവർലാപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 1നെ ഇനി ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു 3 1സിനെ. ഇനി കൺസിക്യൂട്ടീവായിട്ട് അടുത്ത 3 1s വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഔട്ട്പുട്ട് 1 ആവേണ്ട കാര്യമുള്ളൂ. അങ്ങനത്തെ കേസുണ്ട്. അതാണ് നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 3 1സിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള സർക്യൂട്ടിനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ 3 1s വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയി കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഇത് ചെയ്തു. ഇനി അടുത്തതും 1 ആണെങ്കിൽ എന്തായിരിക്കണം ഔട്ട്പുട്ട്? അപ്പോൾ ഓവർലാപ്പിംഗ് കണ്ടീഷനിലാണെങ്കിൽ അടുത്തതും 1 വന്നു കഴിയുമ്പോൾ ഇത് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് 2 1സോടെ വന്നിട്ടുണ്ട്. സോ 3 1സിനെയാണ് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് 1 ആക്കാം വേണമെങ്കിൽ. നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷനാണെങ്കിലോ 3 1സിനെ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 3 1s ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് 1 ആക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഓവർലാപ്പിംഗ് കണ്ടീഷനിലെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ഓവർലാപ്പിംഗ് കണ്ടീഷൻ, അപ്പോൾ ആ സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് എത്ര ഇതുകളുണ്ടാവും? ഇപ്പം എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് S0 സ്റ്റേറ്റാണ്. S0 സ്റ്റേറ്റ് നിൽക്കുമ്പോൾ അത് S0 സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ ഒരൊറ്റ 1 പോലും ഇല്ലാത്ത സ്റ്റേറ്റാണ്. ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ
3 കൺസിക്യൂട്ടീവ് 1. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ ഈ S0 സ്റ്റേറ്റിൽ തന്നെയായിരിക്കും നിൽക്കുക. 0 വന്നു കഴിഞ്ഞാൽ S0 സ്റ്റേറ്റിലായിരിക്കും വിത്ത് ഔട്ട്പുട്ട് 0. ദെൻ വി ക്യാൻ ഹാവിങ് S1 സ്റ്റേറ്റ്. 1 വന്നു കഴിഞ്ഞാലോ ഇറ്റ് വിൽ ഗോസ് ടു S1 സ്റ്റേറ്റ്. അപ്പോൾ S1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു 1 കിട്ടിയ സ്റ്റേറ്റാണ്. അപ്പോൾ 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലോ S1 സ്റ്റേറ്റിൽ 0 വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോസ് ടു S0 സ്റ്റേറ്റ്. 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ S0 സ്റ്റേറ്റ് വിത്ത് ഓക്കെ. ദെൻ 1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലോ 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഒരു 1 ഉള്ള സ്റ്റേറ്റാണ്. ഒരു 1 അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോസ് ടു S2 സ്റ്റേറ്റ് വിത്ത് ഔട്ട്പുട്ട് 0 ആണ്. ബട്ട് ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ 2 1s വന്ന സ്റ്റേറ്റാണ് S2 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. S2 സ്റ്റേറ്റിൽ ഇൻപുട്ട് 0 വന്നു കഴിഞ്ഞാലോ S0 ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇൻപുട്ട് 0 വന്നു കഴിഞ്ഞാൽ S0 സ്റ്റേറ്റിലേക്കാണ് പോവുക. ഓക്കെ. സോ 0 വന്നു കഴിഞ്ഞിട്ട് S0. ഇനി S2 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗോസ് ടു S3 സ്റ്റേറ്റ്. അപ്പോൾ S2 സ്റ്റേറ്റിൽ 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ S3 സ്റ്റേറ്റിലേക്ക് പോവുകയും ഔട്ട്പുട്ട് 1 ആവുകയും ചെയ്യും. കാരണം എന്താ, ഇവിടെ 2 1s ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരു 1 അവിടെ വന്നു കഴിഞ്ഞാൽ S3 സ്റ്റേറ്റിലേക്ക് പോകും, ഔട്ട്പുട്ട് 1. ഇനി S3 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഒരു 0 വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോസ് ടു S0 സ്റ്റേറ്റ്. 1 വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിമെയിൻസ് ഇൻ ദ S3 സ്റ്റേറ്റ് with the output 1. This is overlapping condition. ഈ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ച് മനസ്സിലായോ? ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഡയഗ്രാം ഫോർ ദി എബോവ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയത്? സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ചോദിച്ചോ. മുമ്പിലത്തെ ടേബിളാണോ? ഈ ടേബിളാണോ? ഓക്കെ. അപ്പം നമ്മുടെ പ്രോബ്ലത്തിനകത്ത് എന്താ പറഞ്ഞേക്കണേ, ഇങ്ങനെ സീരീസ് ഓഫ് 0s and 1s വരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ടേബിൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നോടെ ഔട്ട്പുട്ട് പറയാം. എനിക്ക് ഇപ്പോൾ 0 ഇൻപുട്ട് ലൈനിൽ ആദ്യത്തെ ഇതാണ് ഫസ്റ്റ് ഡേറ്റ എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഡേറ്റ 0 ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേറ്റ 0 വന്നു കഴിഞ്ഞാൽ അത് S0 സ്റ്റേറ്റിലാണ്. അത് വെയിറ്റിംഗ് ഫോർ 3 1s. എൻ്റെ സർക്യൂട്ട് എന്തായിരിക്കണം, എനിക്ക് 3 1s അടുപ്പിച്ച് 3 1s വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റിൽ 0 ആണ് വന്നത്. സോ S0 സ്റ്റേറ്റിലാണ്, ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇൻപുട്ട് 0 വന്ന കാരണം ഔട്ട്പുട്ട് 0 ആണ്. ഒബ്വിയസ്ലി S0 സ്റ്റേറ്റിലാണ്. പിന്നെയും നോക്കി S0 സ്റ്റേറ്റിൽ ഒരു 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോസ് ടു S0 സ്റ്റേറ്റ്. കാരണം എന്താ, 1 ഒന്നും വന്നിട്ടില്ലാത്ത സ്റ്റേറ്റാണ് S0 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി S0 സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഇൻപുട്ട് ലൈനിൽ ഒരു 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോസ് ടു S1 സ്റ്റേറ്റ്. അതെന്തിനാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1 വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ S1 സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. ബട്ട് അന്നേരം ഔട്ട്പുട്ട് 0 ആണ്. കാരണം എന്താ, 3 1s കൺസിക്യൂട്ടീവ് 1s വന്നു കഴിഞ്ഞാൽ മാത്രം ഡിറ്റക്റ്റ് ചെയ്താൽ മതി. ഇനി S1 സ്റ്റേറ്റിലിരിക്കുമ്പോൾ എനിക്ക് ഇൻപുട്ടിൽ 0 വന്നെങ്കിലോ S0 സ്റ്റേറ്റിലേക്ക് തന്നെ പോകും. ബട്ട് ഹിയർ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ S1 സ്റ്റേറ്റിൽ ഇൻപുട്ട് 1 വന്നു കഴിഞ്ഞാൽ S2 സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ S2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, S2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 1s വന്ന സ്റ്റേറ്റിനെയാണ് S2 സ്റ്റേറ്റ്. അടുപ്പിച്ച് 2 1s വന്ന സ്റ്റേറ്റിനെയാണ് S2 സ്റ്റേറ്റിൽ നിന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ S2 സ്റ്റേറ്റിൽ ഇനി അടുത്ത് 0 വന്നെങ്കിലോ S0 സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. കാരണം എന്താ, എനിക്ക് 3 1s അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഡിറ്റക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ലൈക്ക് ദാറ്റ് S0 സ്റ്റേറ്റിൽ 1 വന്നു, ഇറ്റ് വിൽ ഗോസ് ടു S1 സ്റ്റേറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. S1 സ്റ്റേറ്റിൽ 1 വന്നു, ഇറ്റ് വിൽ ഗോസ് ടു S2 സ്റ്റേറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. ദെൻ S2 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 1 വന്നു. സോ ഇറ്റ് വിൽ ഗോ ടു S3 സ്റ്റേറ്റ്. സോ S3 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 1s വന്ന സ്റ്റേറ്റാണ്. സോ ആ ടൈം ഔട്ട്പുട്ട് 1 വരും. അപ്പോൾ S2 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇൻപുട്ട് 1 വരുമ്പോഴാണ് ഇറ്റ് വിൽ ഗോ ടു S3 സ്റ്റേറ്റ് ആൻഡ് ഔട്ട്പുട്ട് 1 വരുന്നത്. ദെൻ S3 സ്റ്റേറ്റിൽ 0 വന്നു കഴിയുമ്പോൾ S0 സ്റ്റേറ്റ് ഇറ്റ് വിൽ ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ S0 സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഒരു 1 പോലും വരാത്ത സ്റ്റേറ്റാണ്. വെയിറ്റിംഗ് ഫോർ 3 more 1s, 3 1s കൺസിക്യൂട്ടീവ് 1s ഡിറ്റക്റ്റ് ചെയ്യുന്ന അന്നേരമുള്ള ഔട്ട്പുട്ട് കണ്ടീഷൻ 0 ആണ്. ഇനി S1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു 1 വന്ന കണ്ടീഷനാണ്. വെയിറ്റിംഗ് ഫോർ 2 more 1s, 2 1s കൺസിക്യൂട്ടീവ് 1നോടെ നോക്കുന്നു. അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്.
S2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 1 വന്ന സ്റ്റേറ്റാണ്, വെയിറ്റിംഗ് ഫോർ 1 more വൺസ്, അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. ഇനി S3 സ്റ്റേറ്റ്, S2 സ്റ്റേറ്റിൽ നിന്ന് എപ്പോൾ S3 സ്റ്റേറ്റിലേക്ക് പോകുന്നു, S3 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 വൺസ് വന്ന സ്റ്റേറ്റാണ്. ആ കണ്ടീഷനിൽ ഔട്ട്പുട്ട് വെയിറ്റിംഗ് ഫോർ നത്തിങ് ആണ്, ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ എപ്പോൾ S2 സ്റ്റേറ്റിലേക്കുമ്പോൾ ഒരു 1 വരുന്നു, അപ്പോൾ അത് S3 സ്റ്റേറ്റിലേക്ക് പോകും, ഔട്ട്പുട്ട് 1 ആവുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ. സോ വൺസ് നിങ്ങൾ ഈ സ്റ്റേറ്റ് ഡയഗ്രാം നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കൺസ്ട്രക്ട് ദ സർക്യൂട്ട്, ലോജിക് സർക്യൂട്ട്, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് നിങ്ങൾക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഐദർ യു ക്യാൻ യൂസ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാം. കാരണം എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഡയഗ്രാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം, ഒരു ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്, 4 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ 4 സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. ഓക്കെ, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഒരു ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. അങ്ങനെ ഒരു സർക്യൂട്ടാണ് എനിക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് സർക്യൂട്ട് ഹാവിങ് 4 സ്റ്റേറ്റ്സ്. സോ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാവും, 1 ഇൻപുട്ട് ഉണ്ടാവും, 1 ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, സോ എൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. സോ ഐ ക്യാൻ ഹാവിങ് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഐദർ യു ക്യാൻ ക്രിയേറ്റ് യൂസിങ് ടി ഓർ ഡി ഓർ ജെ കെ, ഇനി ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻപുട്ട് ലൈൻ എക്സ്, ഇതിനകത്താണ് സീരീസ് ഓഫ് ഡാറ്റ വരുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് വൈ. അപ്പം സീരീസ് ഓഫ് ഡാറ്റ 0 1 0 1 1 1 0 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ ഈ 3 വൺസ് ഒരുമിച്ച് വരുന്നു, അപ്പോൾ ഔട്ട്പുട്ട് 1 ആവും. അതായത് നമ്മളിവിടെ ഒരു LED ആണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. LED കൊടുത്തെങ്കിൽ LED ഗ്ലോ ചെയ്യും. നമ്മളിങ്ങനെയാണ് ഡിജിറ്റൽ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഇത് ഏറ്റവും അതിൻ്റെ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഏത് സർക്യൂട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പം നിങ്ങൾ സീരീസ് ഓഫ് ഡാറ്റ വരുമ്പോൾ ആ സീരീസ് ഓഫ് ഡാറ്റേനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഡാറ്റ അയക്കുന്ന സർക്യൂട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനത്തെ സർക്യൂട്ടുകൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അതിനകത്ത് സീരീസ് ഓഫ് ഡാറ്റ വരുന്നുണ്ട്. ആ സീരീസ് ഓഫ് ഡാറ്റയിൽ 2 കൺസിക്യൂട്ടീവ് വൺസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു LED ബ്ലിങ്ക് ചെയ്യുന്ന സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാം. 3 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ലോജിക് ഗേറ്റ്സുകൾ വെച്ചിട്ട് ഇപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പോ വെച്ചിട്ടൊക്കെ സർക്യൂട്ട് റിയലൈസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോജിക്കൽ ഐഡിയ കിട്ടുക, എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക, ആ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് ആ സർക്യൂട്ടിലേക്ക് വരയ്ക്കുക. ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു സ്റ്റേറ്റ് ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെ സർക്യൂട്ട് റിയലൈസ് ചെയ്യാമെന്നായിരുന്നു. അതിന് മുമ്പ് സർക്യൂട്ട് വെച്ചിട്ട് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡ് പോലെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ CSIR പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു യു. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രമാണ് ഇത്. ഇപ്പം എന്താണ് സ്റ്റേറ്റ് ഡയഗ്രാം എന്നറിയില്ലാത്തവർക്കും എങ്ങനെയാണ് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് സർക്യൂട്ട് വരയ്ക്കുന്നതെന്ന് അറിയില്ലാത്തവർക്കും ഈ പ്രോബ്ലത്തിന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ്ലി ഈ പ്രോബ്ലംസൊക്കെ ചെയ്യിച്ചത്. ഓക്കെ, hope this problem clears so you can do any of the problem like this. ഓക്കെ, ഏത് പ്രോബ്ലം സ്റ്റേറ്റ് ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാം. ചിലപ്പം നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഡൗട്ടുകൾ വരില്ല. നിങ്ങൾക്ക് കാരണം ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞാണല്ലോ പോകുന്നത്. ബട്ട് നിങ്ങൾ തന്നെ ചെയ്യുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം. അപ്പോൾ ഉള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്നോട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ആ പ്രോബ്ലം ക്ലിയർ ആണോ? ആണെങ്കിൽ മാത്രം നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ ആ പ്രോബ്ലം ചെയ്തതിലോ അതിൻ്റെ ലോജിക്കിലോ? നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൽ തന്നെ ഞാനൊരു ഹോംവർക്ക് തരാം.
ഞാൻ ഓവർലാപ്പിംഗ് കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താണ് നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. ആ നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷനിലുള്ള സ്റ്റേറ്റ് ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഞാനിപ്പോൾ ഓവർലാപ്പിംഗ് കണ്ടീഷനിലാണ് വരച്ചത്. അതായത് S2 സ്റ്റേറ്റിൽ ഒരു 1 വരുമ്പോൾ S3 സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് വരച്ചത്. ദെൻ S3 സ്റ്റേറ്റിൽ ഒരു 1 വരുമ്പോൾ ഇറ്റ് വിൽ റിമെയിൻസ് ഇൻ ദ S3 സ്റ്റേറ്റ് വിത്ത് ഔട്ട്പുട്ട് 1 എന്നാണ് ഞാൻ എഴുതിയത്. ദെൻ നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷനാണെങ്കിൽ ഇറ്റ് വിൽ ഗോസ് ടു S1 സ്റ്റേറ്റ് ഓൺലി. S1 സ്റ്റേറ്റിലേക്കാണ് പോകുള്ളൂ. കാരണം ഒരു 1 മാത്രം കിട്ടിയതായിട്ടാണ് രേഖപ്പെടുത്തുള്ളൂ. കാരണം 3 വൺസിനെ ഓൾറെഡി അത് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 വൺസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട വരുള്ളൂ. അപ്പോൾ S3 സ്റ്റേറ്റിൽ ഒരു 1 വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോസ് ടു S1 സ്റ്റേറ്റ്. ദെൻ ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ പോവും. വിത്ത് ഔട്ട്പുട്ട് 0 ആണ്. ദെൻ ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ പോവും. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം, അതായത് നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷനിലുള്ള സ്റ്റേറ്റ് ഡയഗ്രാം അവിടെ നിങ്ങളൊന്ന് വരയ്ക്കുക. ജസ്റ്റ് എനിക്കൊന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ദെൻ വി ക്യാൻ ഗോസ് ടു ദി നെക്സ്റ്റ് സെഷൻ, ദാറ്റ് ഈസ് റിയലൈസേഷൻ ഓഫ് ലോജിക് ഗേറ്റ്സ് യൂസിങ് ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ്. റിയലൈസേഷൻ ഓഫ് ലോജിക്കൽ ഗേറ്റ്. ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്, നോർ ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ഉണ്ട്, എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ഉണ്ട്, ഇൻവെർട്ടർ ഗേറ്റുകൾ, നോട്ട് ഗേറ്റ് ഉണ്ട്. അങ്ങനത്തെ ഗേറ്റുകളുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഗേറ്റുകൾ എന്താണ്? ഈ ലോജിക്കൽ ഗേറ്റ് എന്താണ്? ഈ ലോജിക്കൽ ഗേറ്റ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്? ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആക്റ്റീവായിട്ടുള്ള കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ, ഡയോഡ്സ്, അല്ലെങ്കിൽ മോസ്ഫെറ്റ്സുകൾ, FETകൾ, അതുപോലത്തെ ഡിവൈസുകളാണ്. സെമി കണ്ടക്ടർ ഡിവൈസുകളാണ് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഡിവൈസുകൾ. ആ ആക്റ്റീവ് ഡിവൈസിൽ നിന്ന് എങ്ങനെ നമ്മൾ ലോജിക്കൽ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ട്രാൻസിസ്റ്ററും ഡയോഡുകളും വെച്ചിട്ടാണ് നമ്മൾ ലോജിക്കൽ ഗേറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ IC ചിപ്പുകളിലൊക്കെ കോമ്പിനേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്. ആ ട്രാൻസിസ്റ്ററുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം FPGA എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമിംഗ് ഉണ്ട്, ഫീൽഡ് പ്രോഗ്രാമിംഗ് ഗേറ്റ് അറേ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ ഡിഫറെൻറ്റ് ഗേറ്റ് ട്രാൻസിസ്റ്റർ കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ FPGAയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു IC ചിപ്പാണെങ്കിൽ, വെറും ഒരു ചിപ്പാണെന്ന് വിചാരിക്കുക. ആ ചിപ്പിനകത്ത് ഓൾറെഡി ഹാർഡ്വെയർസൊക്കെ അതിൻ്റെ ഉള്ളിൽ എല്ലാം കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ട്രാൻസിസ്റ്ററുകളും ഡയോഡ്സുകളെല്ലാം ഇൻ്റർ കണക്റ്റ് ആയിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് FPGAയിൽ കുറേ ട്രാൻസിസ്റ്ററാണ്, അറേയാണുള്ളത്. ആ ട്രാൻസിസ്റ്റർ അറേ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ കണക്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കോമ്പാറ്റബിളായിട്ട് അതിൻ്റെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ FPGA പോലുള്ള ICകളുടെ പ്രത്യേകത. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ലോജിക്കൽ ഗേറ്റ്സ് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത്, ഐഡിയൽ നമ്മൾ ആ ഡയോഡാണെങ്കിലും ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഐഡിയൽ കണ്ടീഷനായിട്ടാണ് എടുക്കുന്നത്. ഐഡിയൽ കണ്ടീഷനിൽ ഇതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കൽ കണ്ടീഷനിൽ അതിന് ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടാവാം, എന്നാലും നമ്മൾ ഐഡിയൽ കണ്ടീഷനിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഡയോഡിൻ്റെ സിമ്പിൾ, ഇത് ബേസിക് ഇലക്ട്രോണിക്സ് ആക്റ്റീവ് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡിവൈസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ അത് വരും, ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡയോഡിനെ കുറിച്ചും ട്രാൻസിസ്റ്ററിനെ കുറിച്ചൊക്കെ പഠിക്കും. ബട്ട് ഇപ്പോൾ ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. കാരണം ഇത് പറഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്നറിയില്ല. സോ ദിസ് ഈസ് ആനോഡ്, ദിസ് ഈസ് കാഥോഡ്. ഇത് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. ഈ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് വിൽ ബി കണ്ടക്ട്, ഫോർവേഡ് ബയാസിലാവും. അപ്പം ഫോർവേഡ് ബയാസിൽ ദിസ് ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുമെന്നാണ് അർത്ഥം. സോ നമുക്ക് ഒരു സ്വിച്ചിങ് അനലോഗി വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് വിൽ ബി ആക്ട് ആസ്, അതായത് ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട്, അതായത് ലാർജ് കറണ്ട് പോവും, ഒരു കണ്ടക്റ്റിംഗ് ലൈൻ പോലെ തന്നെ ഇത് ആക്ട് ചെയ്യും.
ഇനി റിവേഴ്സ് ബയാസിലോ, അതായത് ഈ ഡയോഡ് എന്ന് പറയുന്നതൊക്കെ ഡിവൈസുകൾ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ കറണ്ടിനെ മാത്രം അലോ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എനിവേ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത് ആനോഡിലെ നെഗറ്റീവും കാഥോഡിലെ പോസിറ്റീവും. ആനോഡ് ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്, ദെൻ ദിസ് diode is in a reverse bias, and at that condition it will be act as a open switch ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യില്ല. സോ ഈ ഫണ്ടമെൻ്റൽ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ലോജിക്കൽ ഗേറ്റ്സ് ഒക്കെ റിയലൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രാക്ടിക്കൽ കേസിനകത്ത് കുറച്ച് ഫോർവേഡ് കണ്ടീഷനിലാണെങ്കിലും കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പൊക്കെ ഉണ്ടാവും. ഓപ്പൺ സ്വിച്ച് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കട്ട് ഇൻ വോൾട്ടേജ് ഒക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഫോർവേഡ് കണ്ടീഷനിൽ എന്ന് പറയുന്നത് ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ദാറ്റ് മീൻസ് ദർ വിൽ ബി എ ലാർജ് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ഇറ്റ് വിൽ ബി സിംപ്ലി ആക്ട് ആസ് എ കണ്ടക്റ്റിംഗ് ലൈൻ. ബട്ട് ഇൻ റിവേഴ്സ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ കറണ്ട് ഫ്ലോ ത്രൂ ദി ഡയോഡ്. ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. Okay, then we can having transistor circuit. ട്രാൻസിസ്റ്ററിന് 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ പറയുകയാണ്. 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. വൺ ഈസ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുക. ആ റീജിയൻ ലീനിയർ റീജിയനാണ്. കാരണം ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോസസ്സാണ്. കാരണം ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് എന്താണോ അതിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യണം അല്ലേ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിനെയാണ് ആംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആംപ്ലിഫിക്കേഷൻ നടക്കും, ബട്ട് ലീനിയർ ആയിട്ടാണ് ചെയ്യുക. എങ്ങനെയാണ് ഇൻപുട്ട് കൂടുന്നത് അതുപോലെ ഇൻപുട്ട് കൂടും. ഇൻപുട്ട് കുറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ടൈംസിലായിരിക്കും കൂടുന്നതെന്ന് മാത്രം. സോ ലീനിയർ റീജിയനിലാണ്. സോ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്തത് തന്നെ ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റ് വാക്യൂം ട്യൂബ്സൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് തന്നെ. സോ ആക്റ്റീവ് റീജിയൻ ഉണ്ട്. ദെൻ വി ക്യാൻ ഹാവിങ് സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്. സാച്ചുറേഷൻ റീജിയനിൽ this transistor will act as a closed switch ആയിട്ട് ആക്ട് ചെയ്യും. then we can having cut off region. അപ്പം ട്രാൻസിസ്റ്ററിൽ ഈ 3 റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഓപ്പൺ സ്വിച്ച് ആയിട്ട്. സോ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ലോജിക്കൽ ഗേറ്റ്സുകൾ റിയലൈസ് ചെയ്യാനായിട്ട് സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും ഓപ്പൺ സ്വിച്ചുകളായിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററും ഡയോഡുകളും യൂസ് ചെയ്യുക. കാരണം എന്താണ്, നമ്മൾ ലോജിക്കൽ സർക്യൂട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. ലോജിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഐദർ 0 or 1 ആ 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഇൻപുട്ട് 0 അല്ലെങ്കിൽ ഇൻപുട്ട് 1 അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ഔട്ട്പുട്ട് 1. ഇതിൻ്റെ ഇടയ്ക്കുള്ള കണ്ടീഷൻ ഒന്നുമില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്വിച്ച് ഓപ്പൺ അല്ലെങ്കിൽ സ്വിച്ച് ക്ലോസ്ഡ്. ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ കറണ്ട് പോവും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനിൽ കറണ്ട് പോവില്ല. സോ ഐദർ ആബ്സെൻസ് ഓർ പ്രസൻസ്, ഈ 2 കണ്ടീഷനിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എടുക്കുന്നില്ല. ഓക്കെ, സോ 0s 1s വെച്ചിട്ട് മാത്രമാണ് ഡിജിറ്റൽ സർക്യൂട്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു റിയലൈസ് എ നോട്ട് ഗേറ്റ് ഓർ ഇൻവെർട്ടർ. നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻപുട്ട്, ദിസ് ഈസ് മൈ ഇൻവെർട്ടർ എ വൈ. സോ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ച് കഴിഞ്ഞാൽ 0 1 1 0. അതായത് ഇൻപുട്ട് 1 ആയി കഴിയുമ്പോൾ ഔട്ട്പുട്ട് 0 ആവും, ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവും. ദാറ്റ് ഈസ് മൈ നോട്ട് ഗേറ്റ് ഓർ ഇൻവെർട്ടർ. സോ ഹൗ ടു റിയലൈസ് ആൻ ഇൻവെർട്ടർ യൂസിങ് ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ട് വെച്ചിട്ട് എങ്ങനെ റിയലൈസ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കൺസിഡർ ദിസ് ഇസ് +5 വോൾട്ടേജ്, ദിസ് ഇസ് എ റെസിസ്റ്റർ,
this is my transistor. This transistor is in a common emitter configuration, but emitter is connected to ground. That is ground എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് നിങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ദിസ് ഈസ് വി ഇൻ, ദിസ് ഈസ് വി ഔട്ട്. സോ എ എന്ന് പറയുന്നത് എൻ്റെ വി ഇൻ ആണ്, വൈ എന്ന് പറയുന്നത് എൻ്റെ വി ഔട്ടാണ്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് മൈ ഇൻപുട്ട് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മൈ ഔട്ട്പുട്ട്. അപ്പം സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം എന്ന് പറയുന്നതാണ് എൻ്റെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ വൈ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും എൻ്റെ സർക്യൂട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ ഇൻപുട്ട് 0 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് മൈ ഇൻപുട്ട് ഈസ് 0. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഞാൻ എഴുതാം. വെനെവർ ഇൻപുട്ട് 0 ആണെങ്കിൽ, ഇവിടെ ബേസിൽ 0 ആണെങ്കിൽ, വെൻ വി ഇൻ ഈസ് ലെസ് ദാൻ 0.7 വോൾട്ടേജ്, ലെസ് ദാൻ 0.7 വോൾട്ടേജ് ആണെങ്കിൽ ഡയോഡ് വിൽ ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. കാരണം ദിസ് ഡയോഡ് വിൽ ബി ഇൻ കട്ട് ഓഫ് റീജിയനിലായിരിക്കും ഈ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് വി ഇൻ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ്, very much greater than point, this transistor is in closed switch condition, that is in saturation condition, saturation region. Okay, അപ്പം ഇവിടെ വി ഇൻ 0 ആണെങ്കിൽ, വി ഇൻ ഈസ് ലെസർ ദാൻ 0.7 വോൾട്ടേജ് ആണ്. സോ ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടറും എമിറ്ററും തമ്മിൽ ഓപ്പൺ ആണെന്നാണ്. കളക്ടറും എമിറ്ററും വിൽ ബി ഓപ്പൺ ആണെന്നാണ്. അങ്ങനെ ഓപ്പൺ ആണെങ്കിൽ എന്താണോ ഈ +5 വോൾട്ടേജ് അത് തന്നെയായിരിക്കും വി ഔട്ടിൽ. അപ്പോൾ വി ഇൻ 0 ആണെങ്കിൽ കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ്. കളക്ടറും എമിറ്ററും ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ ഇല്ല. സോ വാട്ട് എവർ മൈ വി ഇൻ ദാറ്റ് വിൽ ബി ഗെറ്റ് ഔട്ട് വി ഔട്ട്. വാട്ട് ഈസ് മൈ വി ഇൻ വാട്ട് ഈസ് മൈ ദിസ് വോൾട്ടേജ് +5 വോൾട്ടേജ് ആണ്, അത് തന്നെ വി ഔട്ടിൽ കിട്ടും. അപ്പോൾ 0 ആണെങ്കിൽ എനിക്ക് വി ഔട്ടിൽ 1 കിട്ടും. ലോജിക്കൽ +5 വോൾട്ടേജ് ആണ്, ദറ്റ് ഈസ് ലോജിക് 1. ആൻഡ് 1 ആണെങ്കിൽ, 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +5 വോൾട്ടേജ് ആണ് അല്ലേ. ലോജിക് 1 എന്ന് പറഞ്ഞാൽ +5 വോൾട്ടേജ് ആണ്. സോ ഇറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ്. സോ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. സോ കളക്ടർ ആൻഡ് എമിറ്റർ ഈസ് ഷോർട്ടഡ്. കളക്ടർ എമിറ്റർ ഷോർട്ടർ ആണ്, എമിറ്റർ ഗ്രൗണ്ട് ആണ്, കളക്ടറും അപ്പോൾ ഗ്രൗണ്ട് ആയിരിക്കും. So Vout is taken from collector, so that time output will be 0. Okay, hope this is clear. This is the basic function of a transistor act as a switching application ആണ്. അപ്പോൾ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് വിൽ ഗെറ്റ് ആസ് എ നോട്ട് ഗേറ്റ് ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ റിയലൈസ് ദ ട്രാൻസിസ്റ്റർ ആസ് എ. സോ ഐ ക്യാൻ ഹാവ് എ കോഡ്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ ക്ലാസ് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.